നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന് പഠിക്കുകയാണോ? ഇസ്രയേലിന് പഠിക്കുകയാണോ എന്നതുകൊണ്ട് സിനു ഉദ്ദേശിച്ചത് എന്താണ്? അതായത് ഇസ്രയേലിനെ പോലെ അഗ്രസീവായിട്ട് നിൽക്കുകയാണെന്ന് ആണല്ലോ. അമേരിക്ക പണ്ടേ അഗ്രസീവാണ്. പക്ഷെ ഞാനത് സിനു പറഞ്ഞത് ശരിയാണെന്ന് പറയും. കാരണം ഇസ്രയേലിനൊരു ലക്ഷ്യമുണ്ട്, വിശാല ഇസ്രയേൽ അല്ലേ? അതെ. ഇസ്രയേലിൻ്റെ ഭൂവിസ്തൃതി കൂടിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ സിറിയ കിട്ടി, ഗാസ കിട്ടി, ഗാസയെ അവരുടെ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ അടുത്തുള്ള ഈജിപ്തിനെ കുറച്ച് കിട്ടിയാൽ കൊള്ളാം. ഗോലാനൊക്കെ കിട്ടിയതാണ്. അങ്ങനെ ഉണ്ട് കാരണം അത് ഇസ്രയേലിൻ്റെ അതിമോഹമൊന്നുമല്ല, പണ്ട് ഇസ്രയേലിൻ്റെ ഭൂമിയായിരുന്നു. ലോകത്തിലുള്ള ക്രൈസ്തവരും ഇസ്രയേലികളും അല്ലെങ്കിൽ ജൂതന്മാരും അവരുടെ ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയാണ് കാനാൻ ദേശം എന്ന് പറയുന്നത് അല്ലേ? തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം. തേനും പാലും പുഴയൊക്കെ ഒഴുകി വരുമെന്നല്ല, സമ്പൽ സമൃദ്ധി എന്നുള്ള അർത്ഥത്തിലാണ് തേനും പാലും എന്ന് പറയുന്നത്. അല്ലാതെ രാവിലെ പുഴയെ കൂടെ തേൻ, ഉച്ച കഴിയുമ്പോൾ പാല്, അങ്ങനെയൊന്നുമല്ല. അതങ്ങനെ കളിയാക്കുന്നവരുണ്ട്. അതല്ല, കളിയാക്കുന്ന ആരാണെന്നറിയാമല്ലോ. അപ്പോൾ അതല്ല. പക്ഷേ ഞാൻ പറയുന്നത് അതേപോലെ ട്രംപിൻ്റെ സമീപകാലത്തുള്ള ചില പ്രസ്താവനകൾ കാണുമ്പോൾ ഇസ്രയേലിനെ പോലെ അമേരിക്ക വികസിപ്പിക്കണം എന്നൊരാഗ്രഹം ട്രംപ് ആവർത്തിക്കുന്നു. ഇന്നലെ പറഞ്ഞു, മിനിഞ്ഞാന്ന് പറഞ്ഞു, അതിനു മുമ്പ് പറഞ്ഞ് ഞാൻ ആദ്യം പറയാം. അതായത് ജസ്റ്റിൻ ട്രൂഡോ, ട്രംപ് ജയിച്ച ഉടനെ ട്രൂഡോ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രൂഡോയെ, അതിനു മുമ്പ് ട്രൂഡോ കിഴങ്ങൻ, സ്റ്റുപ്പിഡ് എന്നൊക്കെയാണ് ട്രൂഡോയെക്കുറിച്ച് ട്രംപ് പറഞ്ഞിരുന്നത്. ട്രൂഡോയ്ക്ക് ഒരു താല്പര്യമില്ല. ട്രംപിൻ്റെ വലങ്കയായ ഇലോൺ മസ്ക് പറഞ്ഞ് ആ വിഡ്ഢി അടുത്ത ഇലക്ഷന് തോറ്റുപോകുമെന്ന് പറഞ്ഞു. വന്നപ്പോൾ സ്വാഗതം ചെയ്തൊക്കെ അറിയോ ട്രംപ്? അമേരിക്കയുടെ 51ാം സ്റ്റേറ്റായ കാനഡയുടെ ഗവർണർ ട്രൂഡോയ്ക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് 50 സ്റ്റേറ്റുകളുള്ള 51ാമത്തെ സ്റ്റേറ്റായിട്ട് കാനഡയെ മാറ്റണം. എന്നിട്ട് വേണമെങ്കിൽ ട്രൂഡോ നീ അവിടുത്തെ ഒരു ഗവർണറായിട്ടിരുന്നു, അല്ലാതെ പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ എന്ന് പറഞ്ഞിട്ടല്ല ട്രൂഡോയെ സ്വാഗതം ചെയ്തത്. വലിയ അപമാനം മാത്രമല്ല, ട്രംപിൻ്റെ ആഗ്രഹമാണ് കാനഡ ഇങ്ങോട്ട് പോരണം. കാനഡ വലിയ രാജ്യമാണ്. അതെ, വലിയ രാജ്യമാണ്, ജനസംഖ്യ കുറവാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് കാനഡ കിട്ടിയാൽ കൊള്ളാം. അത് പറയുന്നു. മിനിഞ്ഞാന്ന് പറഞ്ഞത് പനാമ കനാലുണ്ടല്ലോ, അതൊക്കെ ഉൾപ്പെടെ പനാമ നമുക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നു, എനിക്ക് ഗ്രീൻലാൻഡ് വേണം. ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കൈവശമുള്ള ഭൂമിയാണ് ഗ്രീൻലാൻഡിനെ കുറിച്ച് പറയുന്നത് ജോഗ്രഫി പഠിക്കുന്ന കുട്ടികൾക്കറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. വേണമെങ്കിൽ ഒരു ഭൂഖണ്ഡമായി പരിഗണിക്കാവുന്നതാണ്. പക്ഷേ അത്രമാത്രം വലിപ്പമുണ്ട്. ജനസംഖ്യ 55,000 ഉള്ളൂ. വലിയ വിസ്തൃതമായ ദ്വീപാണ്. അപ്പോൾ ഗ്രീൻലാൻഡിൽ അമേരിക്കയ്ക്ക് ഒരു എയർബേസ് ഉണ്ട്, റഡാർ സ്റ്റേഷനൊക്കെ ഉണ്ട് വർഷങ്ങളായിട്ട്. അപ്പോൾ ഗ്രീൻലാൻഡ് വേണം. ഗ്രീൻലാൻഡ് നമുക്ക് വേണം. അത് അമേരിക്കയുടെ ദേശസുരക്ഷ, സ്വാതന്ത്ര്യം ഒക്കെ നോക്കുമ്പോൾ ഗ്രീൻലാൻഡ് നമുക്ക് വേണം എന്ന് ട്രംപ് പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞറിയോ? ഗ്രീൻലാൻഡിലേക്കുള്ള അല്ലെങ്കിൽ ഡെൻമാർക്കിലേക്കുള്ള അംബാസഡറെ പ്രഖ്യാപിക്കായിരുന്നു. ഇപ്പോൾ ട്രംപ് 20-ാം തീയതി അധികാരം വെക്കുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെയെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഡെൻമാർക്കിലേക്കുള്ള അംബാസഡറെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിലാണ് ആ അംബാസഡറോടാണ് പറയുന്നത്, നമുക്ക് ഗ്രീൻലാൻഡിങ് വേണം, അമേരിക്കയുടെ സേഫ്റ്റിക്ക് അത് ആവശ്യമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ഗ്രീൻലാൻഡിൻ്റെ ചരിത്രം, ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ ഒരു സ്വയംഭരണ പ്രദേശമാണ്. ഗ്രീൻലാൻഡുകാർ ഞങ്ങൾക്ക് വേറൊരു രാജ്യമാണ്, ഞങ്ങൾ വലിയൊരു ഭൂമിയാണ്, ഞങ്ങൾ വേണമെങ്കിൽ ഒരു ഭൂഖണ്ഡം, ഒരു കോണ്ടിനെൻറ്റിൻ്റെ സ്വഭാവമുള്ള ഇതാണ്, ഞങ്ങൾ ഡെൻമാർക്കിൻ്റെ വാലായിട്ടൊന്നും നിൽക്കേണ്ട എന്ന് പറഞ്ഞ് അവർ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നവരാണ്. പക്ഷേ ഡെൻമാർക്ക് അംഗീകരിച്ചിട്ടില്ല. അവർക്ക് സ്വതന്ത്രമായിട്ടൊരു പാർലമെൻറ്റും സ്വയംഭരണമുണ്ട്, പ്രൈം മിനിസ്റ്ററും ഉണ്ട്. ഡെൻമാർക്ക് കൊടുക്കുന്ന കാശ് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഗ്രീൻലാൻഡിൻ്റെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി മൂട്ട് ബോറസ് എഗിഡെ ഈ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ ഒരു മറുപടി പറഞ്ഞു, നോട്ട് ഫോർ സെയിൽ ആൻഡ് വിൽ നെവർ ബി ഫോർ സെയിൽ. ഗ്രീൻലാൻഡ് വിൽക്കാനല്ല, ഒരിക്കലും വിൽക്കാനോട്ട് പോകണമില്ല. ട്രംപ് ചുമ്മാ അല്ല, പിടിച്ചെടുക്കാനൊന്നുമല്ല പറഞ്ഞത്, കാശ് തരാം ഡെൻമാർക്ക്, നിങ്ങൾക്ക് കാശ് തരാം, ഗ്രീൻലാൻഡ് ഇങ്ങോട്ട് തന്നേക്ക്. പിടിച്ചെടുക്കാനാണെങ്കിൽ അമേരിക്ക അങ്ങോട്ട് ചെന്നാൽ മതി, ഗ്രീൻലാൻഡ് ഇങ്ങോട്ട് പോരും. ഡെൻമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ നോക്കൂ, ഇതിനകത്ത് കാനഡ, പനാമ, ഡെൻമാർക്ക് ഇതൊക്കെ അമേരിക്കയുമായി നല്ല ബന്ധമുള്ള സഖ്യകക്ഷികളാണ്. ട്രംപ് വരുന്നതിന് മുമ്പേ ചൊറിയുന്ന ആരെയാണ്? അമേരിക്കയുടെ സൗഹൃദത്തിലുള്ള രാജ്യങ്ങളിലേക്കാണ്. കാനഡ ഈ 51ാം സ്റ്റേറ്റാണ്. ഗ്രീൻലാൻഡ് എനിക്ക് വേണം. പനാമയുടെ കഥ ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി പറയുന്നത് നോട്ട് ഫോർ സെയിൽ, വിൽ നെവർ ബി ഫോർ സെയിൽ, ഞങ്ങൾ ഒരിക്കലും വിൽക്കപ്പെടാനുള്ള വസ്തുവല്ല. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടം ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല, നമ്മൾ ഫ്രീഡം ഫൈറ്റ് തുറന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ 2019 ഇതുപോലെ ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴും ട്രംപ് പറഞ്ഞിരുന്നു,
ഗ്രീൻലാൻഡിലേക്ക് വേണം, ഗ്രീൻലാൻഡ് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഡെൻമാർക്കുമായിട്ടുള്ള ബന്ധം ഇത്തിരി ഒലച്ചിലുണ്ടായി. അപ്പോൾ ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മെറ്റി ഫെഡറിക്സൺ അതിനെ അപ്സൈഡ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതോടുകൂടി ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല. ട്രംപ് നിൻ്റെ നാട്ടിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തു. ഗ്രീൻലാൻഡിൽ പോയില്ല. അങ്ങനെയൊക്കെ ട്രംപ് കാണിച്ചു. അപ്പോൾ ഇതാണ് ഈ പനാമ കനാലിൻ്റെ പ്രശ്നം. ഇതുപോലെ പനാമ കനാലിനെ അറിയാമല്ലോ. പനാമ കനാൽ എന്ന് പറഞ്ഞാൽ 1914 പൂർത്തിയാക്കിയത്, അമേരിക്ക നിർമ്മിച്ചതാണ്. അമേരിക്കയുടെ കസ്റ്റഡിയിലായിരുന്നു. പക്ഷേ 77 ഡെമോക്രാറ്റിക് പ്രസിഡൻ്റായിരുന്ന ജിമ്മി കാർട്ടർ അവരുമായിട്ട് കരാർ ഒപ്പിട്ടിട്ട് ഈ പനാമ കനാൽ ഇവർക്ക് സെൻട്രൽ അമേരിക്കൻ രാജ്യമായ പനാമയ്ക്ക് വിട്ടുകൊടുത്തു. ഈ പനാമയുടെ പൂർണ്ണ നിയന്ത്രണം അങ്ങനെ പനാമ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിനാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കപ്പൽപാതയാണ് അത്. ഏറ്റവും അതിന് കാരണം എന്ന് പറയുന്നത് ലോക മാരിടൈം ട്രാവലിൽ ഏതാണ്ട് 10% 5 മുതൽ 10% വരെ ഈ പനാമ കനാൽ വഴിയാണ് പോകുന്നത്. ഏഷ്യ, വെസ്റ്റ് കോസ്റ്റ്, പിന്നെ അമേരിക്ക, സൗത്ത് അമേരിക്ക ഒക്കെ ഒഴിവാക്കിയിട്ട് ഏറ്റവും സേഫായിട്ട് സഞ്ചരിക്കാവുന്നതും വേഗത്തിൽ സഞ്ചരിക്കാവുന്ന ഒരു പാതയാണ് പനാമ കനാൽ. അപ്പോൾ അമേരിക്ക പറയുന്നത്, ഇപ്പോൾ ട്രംപ് പറയുന്നത്, ഇവന്മാർ വന്നതിന് ശേഷം ഇവന്മാർ ഏറ്റെടുത്തിട്ട് ഭയങ്കര കാശാണ് മേടിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം അമേരിക്കയ്ക്കും ചൈനയ്ക്കും ജപ്പാനും സൗത്ത് കൊറിയയ്ക്കൊക്കെയാണ്. ഇപ്പോൾ പനാമ തന്നെ അനൗൺസ് ചെയ്തു കഴിയുന്ന വർഷമില്ലേ, ഇപ്പോൾ ഡിസംബർ തീരുമാനമല്ലോ, ഡിസംബറിൽ ഇപ്പോൾ നമ്മൾ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇതുവരെ $5 ബില്യൺ ഈ കപ്പൽ പാത അതിലൂടെ കടന്നു പോകുന്നതിന് കപ്പലുകൾക്ക് ടോൾ വാങ്ങിച്ചത് വഴി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വലിയ കാശൊക്കെ കൊടുക്കണോ, ഞങ്ങളുണ്ടാക്കിയതല്ലേ, ഞങ്ങൾക്കിത് വേണം എന്നാണ് അമേരിക്ക. ഒന്നെങ്കിൽ ഞങ്ങളുടെ കാശ് കുറയ്ക്കണമെന്നല്ല, ഒന്നെങ്കിൽ ഞങ്ങൾക്കിത് ഫ്രീ ആയിട്ട് അമേരിക്കൻ കപ്പലുകളെ സൗജന്യമായിട്ട് വിടണം, അല്ലെങ്കിൽ പനാമ കനാൽ അല്ലെങ്കിൽ തന്നേക്കണം, ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറയുകയാണ്. അപ്പോൾ മൂന്നാമത്തെ രാജ്യത്തിനെ കയറിയാണ് ആര് ചൊറിയുന്നത്? ഡൊണാൾഡ് ട്രംപ് ചെയ്തത്. അപ്പോൾ പനാമയുടെ പ്രസിഡന്റ് ജോസ് റൗൾ മുളിനോ ഇപ്പോൾ പറയുന്നു, പനാമ കനാലിൻ്റെ ഓരോ മീറ്ററും പനാമയുടെയാണ്. ഇപ്പോൾ എങ്ങനെയോ അത് അങ്ങനെ തന്നെ തുടരും എന്ന് ട്രംപിനെ ചൊറിഞ്ഞുകൊണ്ട് പനാമയുടെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഉടനെ ട്രംപ് വിട്ടില്ല. ട്രംപ് ഉടനെ എന്ത് ചെയ്യുന്നറിയോ? ട്രംപ് അതേ മറുപടി നമുക്ക് കാണാം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. എന്നിട്ട് പനാമ കനാലിൽ അമേരിക്കയുടെ കൊടി നാട്ടിയിട്ട് ആ നാട്ടിയിരിക്കുന്ന ഒരു പടം പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ ചിത്രത്തിൽ എഴുതിയിരിക്കുന്നറിയോ, അമേരിക്കയുടെ കനാലിലേക്ക് സ്വാഗതം. അപ്പോൾ വെറും കളിയല്ല. നമുക്ക് വേണമെങ്കിൽ പറയാം ട്രംപ് എന്ത് വയസ്സാം കാലത്ത് വെറുതെ കുട്ടിക്കളിയാണോ, എല്ലാവരെയും പോയി ചൊറിയുന്നു? അല്ല, ട്രംപിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ, സൂയിസ് കനാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജപ്പാൻ, അമേരിക്കയ്ക്ക് പ്രശ്നമില്ല. സൗത്ത് കൊറിയ ഒരു പ്രശ്നമില്ല. പിന്നെ ആരാ? ചൈന അങ്ങനെ പോകണ്ട. ഗംഗ ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞാൽ ചൈന അങ്ങനെ പോകണ്ട, അതാണ് കാര്യം. അപ്പോൾ ചൈനയ്ക്ക് ഈ വഴി അടച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ചൈന വളരാൻ നോക്കുകയാണ്. അപ്പോൾ പനാമ കനാൽ വഴി അവരുടെ കപ്പലുകൾ, അവരുടെ വ്യാപാര കപ്പലുകൾ പോകുന്നത് വഴി ചൈനയ്ക്ക് ബില്യൺസ് ആൻഡ് ബില്യൺസിൻ്റെ ലാഭം ഉണ്ടാകുന്നത്. അത് വേണ്ടെന്നേ, നീ കറങ്ങിപ്പോയാൽ മതി. അപ്പോൾ കറങ്ങിപ്പോയാലുള്ള ഗുണം ഫ്യൂവൽ എക്സ്പെൻസ് കൂടും. അതെ, ചരക്ക് ഗതാഗതം വലിയ ചിലവേറിയതാവും, കാലതാമസം ഉണ്ടാവും. അമേരിക്ക മറ്റ് രാജ്യങ്ങളൊക്കെ താരിഫ് കൂട്ടാൻ പോവാണ്. നിങ്ങൾ ഇങ്ങോട്ട് താരിഫ് വെച്ചാൽ ഇന്ത്യയോടും ബ്രസീലിനോടും പറഞ്ഞു. ഇന്ത്യയോടും ബ്രസീലിനോടും പറയാനുള്ള കാര്യം വേറൊന്നുമില്ല, ബ്രിക്സ് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സാധനത്തിന് താരിഫ് കൂട്ടിയാൽ ഞാൻ അങ്ങോട്ട് വരുന്നതിനും ഇങ്ങോട്ടുള്ളതിനും ഞാനും താരിഫ് കൂട്ടും. അത് ഇന്ത്യയോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, അത് ന്യായമാണല്ലോ. സിനു എന്നോട് കൂടുതൽ ആവശ്യപ്പെട്ട ഞാൻ സിനുവിനോട് കൂടുതൽ ആവശ്യപ്പെട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഒരു പ്രായോഗികമായ ഒരു സാമ്പത്തിക ശാസ്ത്രമാണ്. അപ്പം അമേരിക്ക ഉദ്ദേശിക്കുന്നത് ചൈനയുടെ സാമ്പത്തിക വളർച്ചയെ തടയണം. അതിന് ചൈനയ്ക്ക് വലിയ ലാഭം ഉണ്ടാകും. പിന്നെ ചൈനയിൽ നിന്നുള്ള ഡെലിവറി വൈകും. കാരണം ഒരു സാധനം, ഇപ്പോൾ ചൈന എന്നൊരു സാധനം ഈ പനാമ കനാൽ വഴി കടന്നു പോകേണ്ടുന്ന ഒരു രാജ്യത്തെത്താൻ 10 ദിവസം എടുക്കും. 10 ദിവസം മതി പനാമ കനാൽ വഴി പോയാൽ. അത് അടച്ചു കഴിഞ്ഞാൽ 25 ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമർ ആരുടെ സാധനം മേടിക്കും? അത് പറ്റാൻ 25 ദിവസം കിട്ടും, വേറെ ഏതാ ഓപ്ഷനുള്ളത്? അത് മേടിക്കുമല്ലോ. അതെ, ചൈനക്കിട്ട് പണിയുക എന്നുള്ളതാണ്. ചൈനക്കിട്ട് പണിയാൻ പനാമ സഹായിക്കുന്നില്ലെങ്കിൽ അതിനുള്ള മറുപടി അതാണ്. പനാമ പ്രസിഡന്റ് പറഞ്ഞപ്പം നമുക്ക് എന്നും ഞങ്ങളുടെ തന്നെ ആയിരിക്കും, ഓരോ മീറ്ററും പനാമയുടെയാണ് എന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് കാണാം എന്ന് പറയുകയും അത് അമേരിക്കയുടെ കനാലിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് കൊടി കുത്തിയിരിക്കുന്ന പനാമ കനാലിൻ്റെ ചിത്രം ഇടുകയും ചെയ്ത് ഒരു വെല്ലുവിളിയാണ്. അതെ. അപ്പോൾ ഇതിങ്ങനെ ഈ 1900 US ഉണ്ടാക്കിയതാണ് ഈ കനാൽ. പിന്നെ 99 ഡിസംബർ 31 ജിമ്മി കാർട്ടർ ഇത് വിട്ടുകൊടുത്തത്. ഒരു വർഷം
നമ്മൾ പനാമ കനാൽ കുറച്ച് ഒരു വർഷം 14,000 കപ്പലുകളാണ് പനാമ കനാലിലൂടെ പോകുന്നത്. ഭയങ്കര തിരക്കേറിയ സൂയസ് കനാൽ പോലെ ഭയങ്കര തിരക്കേറിയ പാതയാണ് പനാമ കനാലിൽ. നമ്മൾ ഒരുത്തൊന്ന് യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ പനാമ കനാലിൻ്റെ സൂയസ് കനാലിൻ്റെ ട്രാഫിക് കാണും. കപ്പലുകൾ പോകുന്നതും ടോൾ ബൂത്ത് പോലെ ടോൾ പിരിക്കാൻ അതിടയ്ക്ക് വന്ന് ബ്ലോക്ക് ചെയ്യുന്നതും ഒക്കെ കാണാം. രസകരമായ കാഴ്ചയാണ്. കപ്പൽ വരുമ്പോഴത്തേക്ക് ഈ മറ്റേ ഇത് എന്താ ഈ പാളികൾ പൊക്കിയിട്ടാണ് കപ്പലുകളെ കടത്തിവിടുന്നത്. ഇത്തരം വീഡിയോസൊക്കെ ലഭ്യമാണ്. അപ്പോൾ 14,000 കപ്പലുകൾ ഒരു വർഷം കടന്നു പോകുന്ന ഏറ്റവും തിരക്കേറിയ ഒരു കനാലാണ്. അമേരിക്ക ഉണ്ടാക്കിയതാണ്, അമേരിക്കയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അമേരിക്ക പോയി പലയിടത്തും ഉണ്ടായി, നാളെ അമേരിക്ക ക്ലെയിം ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ട്രംപ് ഇപ്പോൾ പതുക്കെ ഇസ്രയേലിനെ പോലെ അമേരിക്കയുടെ താല്പര്യങ്ങൾ വിശാലമാക്കാൻ കൂടുതൽ ഭൂപ്രദേശങ്ങൾ അമേരിക്കയുടെ ഭാഗമായി മാറണം എന്നാഗ്രഹിക്കുന്നുണ്ട്. സെൻറ്റ് മാർട്ടിൻ ദ്വീപിനെ കുറിച്ച് കേട്ടില്ല? അത് വേണം എന്ന് ബൈഡൻ ആവശ്യപ്പെട്ടതാണ് ബംഗ്ലാദേശിൽ ഹസീനയെ വീഴ്ത്തിയത്. ട്രംപും അത് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയ്ക്ക് കൂടുതൽ ഭൂമി വേണം. അത് ഇപ്പോൾ ചൈന മാത്രമാണ് മറ്റുള്ളവരുടെ ഭൂമി എൻക്രോച്ച് ചെയ്ത് പിടിച്ചെടുക്കുന്നത്. ടിബറ്റ് പിടിച്ചുകൊണ്ട് പോയി ഇന്ത്യയുടെ സ്ഥലം വേണമെന്ന് പറയുന്നു, നേപ്പാളിൻ്റെ സ്ഥലം വേണമെന്ന് പറയുന്നു, തൈവാനിലേക്ക് ചെയ്യുന്നു. അതുപോലെ കൂടുതൽ ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ള ചൈനയുടെ അതേ തന്ത്രം അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ അതേ തന്ത്രം അമേരിക്ക പയറ്റും എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ട്രംപ് ഇതുവരെ കണ്ട അമേരിക്കൻ പ്രസിഡന്റുമാരെ പോലെയല്ല. അത് കൂടെ നിൽക്കുന്നവനാണേലും അവനെ അത്യാവശ്യം മെറുക്കിയെടുത്ത് കൂട്ടത്തിൽ കൊണ്ടുവരാനും വേണ്ടി വന്നാൽ സഖ്യരാജ്യങ്ങളോട് പോലും ഒരു യജമാനഭാവത്തിൽ പെരുമാറുന്ന ഒരു അമേരിക്കയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇതിലേറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്ന ആരായിരിക്കുന്നറിയോ? ബെഞ്ചമിൻ നെതന്യാഹു. കാരണം നെതന്യാഹു അതേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. നെതന്യാഹു ചെയ്യുന്ന അതേ പണി ട്രംപ് ചെയ്താൽ നാളെ ആർക്കെങ്കിലും നെതന്യാഹുവിനെതിരെ പരാതി പറയാൻ ട്രംപിൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ? ഞാൻ പോക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുക, സിനുവും പോക്കറ്റ് അടിക്കാറില്ല. നമ്മുടെ പ്രശാന്തിന് ഞാൻ പോക്കറ്റ് അടിക്കും, സിനു ഇടപെടണമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ രണ്ടും പോക്കറ്റ് അടിക്കാറില്ല. പ്രശാന്ത് അത്ര നല്ല ആളുമല്ല. അപ്പോൾ ഏതായാലും അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് ഈ ട്രംപ് ഒരു ലോക ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രസിഡൻ്റ് ആവുന്നതിന് മുമ്പ് ജനുവരി 20 മുമ്പേ പറഞ്ഞിരിക്കുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ അടുത്ത 4 വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കാമെന്ന് ഉറപ്പാണ്. ഏതായാലും ഇത് ആവേശം കൊള്ളിക്കുന്നത് ഇസ്രയേലിനെയാണ്. ഇസ്രയേലിനെ പഠിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.